ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാവിലെ നമ്മളുടെ ഒനിയൽ കൺഫ്യൂഷൻ റൂമിൽ ചെന്നിരുന്ന് വാവിട്ട് കരയാണ്. കാരണം ഇന്നലത്തെ പ്രശ്നം നമുക്കറിയാമല്ലോ, മസ്താനിയെ കയറി പിടിച്ചു എന്നുള്ളൊരു, അതും ഇൻറ്റൻഷനോട് കൂടി കയറി പിടിച്ചു എന്നുള്ളൊരു ആരോപണം നമ്മുടെ ലക്ഷ്മി ഉന്നയിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ആ ക്ലിപ്പ് കണ്ട് ഏതൊരാൾക്കും മനസ്സിലാകും ഇത് അങ്ങനെ ഒനിയൽ മനഃപൂർവ്വമായിട്ട് ചെയ്തിട്ടുള്ളതേ അല്ല. ഏതൊരാൾക്കും അത് കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരാളെ അങ്ങനെ ചെയ്തു എന്നും മറ്റൊരാൾ ആരോപിക്കുമ്പം ഈ വിഷ്വൽ പുറത്തു പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒനിയലിനറിയത്തില്ല. അങ്ങനെ ഈ വിഷ്വലിൻ്റെ യഥാർത്ഥമായ വശം പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നുള്ളതും ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും അറിയാം, ഒനിയലിനും അറിയാം. അതാണ് ഒനിയലിനെ ഇത്രമേൽ തകർക്കുന്നത്. കാരണം ഇത് ഒനിയലിൻ്റെ വീട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ കാണുമ്പം അത് ഒനിയലിൻ്റെ സ്വഭാവ ഹത്യയ്ക്ക് കാരണമാകുന്ന ഒരു സംഭവമാണ്. ഏതായാലും ലൈവ് കണ്ട ഏതൊരാൾക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലിപ്സ് കണ്ട ഏതൊരാൾക്കും മനസ്സിലാകും അങ്ങനെ ഒരു സംഭവമല്ല എന്ന്. കാരണം ഇൻറ്റൻഷനലി പിടിച്ചതല്ല അത് ലക്ഷ്മി എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ പറഞ്ഞ ഉടനെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് തെറ്റാണ്. ഇത് തന്നെയാണ് അനുമോളും നമ്മൾ ആര്യൻ്റെ ജിസേലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. പക്ഷേ അതിലെ ക്ലിപ്സ് നമ്മൾക്ക് സംശയാസ്പദമായ രീതിയിൽ കണ്ടിട്ടാണ് നമ്മൾ പിന്നെ പറഞ്ഞത്. പക്ഷേ ഇത് മൊത്തത്തിൽ നമ്മൾ ആ ലൈവ് കണ്ടു. ഒനിയൽ വീഴാൻ പോകുന്നതും ഈ മസ്താനിയെ കയറി പിടിക്കുന്നതും എല്ലാം കണ്ടു. അത് കഴിഞ്ഞ് അവർ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കുന്നതും കണ്ടു. അതിനുശേഷം ലക്ഷ്മിയോട് ഈ കാര്യം പറയുമ്പോൾ ലക്ഷ്മി വന്നിട്ട് ഇത് ഉൾട്ടാക്കുകയാണ് ചെയ്തത്. ലക്ഷ്മിയാണ് കർശനമായിട്ടില്ല ഇതിങ്ങനെ തന്നെ പിടിച്ചതാണ്, മോശമായി പിടിച്ചതാണെന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ ലക്ഷ്മിക്ക് ഒരു റൈറ്റും ഇല്ല. കാരണം ലക്ഷ്മി ഈ സംഭവം കണ്ട ഒരാളല്ല, അറിഞ്ഞ ഒരാളല്ല. മസ്താനിക്ക് വേണമെങ്കിലും പറയുന്നു, മസ്താനിയും സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമില്ല ഇതിൽ. കാരണം മറിഞ്ഞു വീഴാൻ പോകുന്ന ഒരാൾ അല്ലെ മറിഞ്ഞു വീഴുന്ന ഒരാൾ കയ്യെത്തുന്നിടത്ത് നിൽക്കുന്ന എന്തിലും കയറി പിടിക്കും. അത് സ്വാഭാവികമായൊരു പ്രോസസ്സാണ്. അപ്പം മസ്താനി അത്രയും ചിന്തിച്ചാൽ മതിയായിരുന്നു. മസ്താനി പിന്നെ എന്തുകൊണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇതൊരു കണ്ടൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടാണോ എന്നറിയത്തില്ല. അതെന്തായാലും ലക്ഷ്മിയുടെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ അത് വളരെ മോശമായ ഒരു തലത്തിലോട്ട് പോയി. എന്തായാലും നാളെ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ എന്തായാലും ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പം ലാലേട്ടൻ നാളെ വന്ന് ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.